സ്പെസിയ ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഹസ്ബൻഡാണ് കുക്ക് ചെയ്യാറ്, എന്നാൽ ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യാൻ പോണത്. എൻ്റെ പേര് റസീന. ഇനി ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ മീൻകറിയാണ്, അയിലക്കറി. എല്ലാവർക്കും ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളും കോക്കനട്ട് പൗഡർ കൊണ്ട് തന്നെ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് കിട്ടും. സൂപ്പർ. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് 5 വലിയ സ്പൂൺ തേങ്ങാ പൗഡർ ചേർക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി തീ കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം വെക്കുക. പാൻ ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. തീ മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല, ഒരു 4 പച്ചമുളക് കീറിയതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുക. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി തക്കാളിയൊക്കെ ഉടയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തീ നന്നായി ചെറുതാക്കി വെക്കുക. ഇനി 2 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിക്കുക. അതിൻ്റെ ശേഷം തീ കൂട്ടി വെച്ചിട്ട് നല്ല പോലെ ഇളക്കുക. ഇത് തിളക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കുക. അതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ അതിലേക്ക് മീൻ കട്ട് ചെയ്യാണ്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. പുളി ചേർക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് തന്നെ ചേർക്കുക. അതാണ് ഇതിലത്തെ ടേസ്റ്റ്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാ പൗഡറും കൂടി കലക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 7 ടേബിൾ സ്പൂൺ തേങ്ങാ പൗഡർ എടുത്താൽ മതി. അതിൻ്റെ ശേഷം വീണ്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി തീ മീഡിയത്തിലേക്ക് ആക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അതിലിടക്ക് മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നും കൂടി ചുറ്റിച്ചു കൊടുക്കുക. വീണ്ടും കറി മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നു വെക്കാം. മൂടി തുറന്നു വെച്ചിട്ട് 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. ആ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഞാൻ കറി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ കറിയൊന്ന് നമുക്ക് തൂമിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ തൂമിച്ചെണ്ണി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അതിൻ്റെ ശേഷം കറി ഒന്ന് മൂടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ഉപയോഗിച്ചാൽ മതിട്ടാ. കാരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ ശരിക്കും കിട്ടുള്ളൂ. ഇവിടെ അയിലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേപോലത്തെ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ റസീന താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.